കലാഭവൻ നവാസിൻ്റെ വിയോഗം അദ്ദേഹത്തിൻ്റെ മക്കളിൽ എത്രത്തോളം പ്രയാസവും വിഷമവും ഉണ്ടാക്കിയെന്നുള്ളതാണ്. ആ മക്കൾ തൻ്റെ പിതാവിനെക്കുറിച്ച് ദിവസേന എഴുതി വയ്ക്കുന്ന ഓരോ കുറിപ്പുകളിൽ നിന്നും നമുക്കത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അത്രയ്ക്കും നോവേറിയ കുറിപ്പുകളാണ് ആ മക്കൾ തൻ്റെ വാപ്പിച്ചയെക്കുറിച്ച് എഴുതി വയ്ക്കുന്നത്. ആ മക്കൾ അത്രമേൽ വാപ്പിച്ചയെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ എത്രത്തോളം ആ മക്കളെ സ്നേഹിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. പ്രിയപ്പെട്ടവരാരെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മനുഷ്യനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് കുറിപ്പുകൾ, വൈകാരികമായ കുറിപ്പുകൾ സാധാരണയായി എല്ലാവരും പങ്കുവയ്ക്കാറുണ്ട്. അതിപ്പോൾ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാകട്ടെ അല്ലാത്തവരാകട്ടെ. പക്ഷെ അത് അധിക നാൾ അങ്ങനെ നീണ്ടു നിൽക്കാറില്ല. കുറച്ച് ദിവസങ്ങൾ മാത്രമേ അത്തരം കുറിപ്പുകൾ നമുക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ കാണുവാൻ സാധിക്കും. പക്ഷേ ഇവിടെ കലാഭവൻ നവാസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മക്കൾ ആ വാപ്പിച്ച ഇതുവരെയും മറന്നിട്ടില്ല. ഓരോ ദിവസം കഴിയും തോറും തൻ്റെ പിതാവിനെക്കുറിച്ച് വളരെയധികം സങ്കടകരമായ കുറിപ്പുകളാണ് എഴുതി വയ്ക്കുന്നത്. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ മക്കൾ സമൂഹ മാധ്യമങ്ങളിൽ കൂടി ആരെയും കണ്ണീരണിയിപ്പിക്കുന്ന തരത്തിലുള്ള ചില കുറിപ്പുകൾ എഴുതി വെച്ചു. ഒരു വൈകാരികമായ ഒരു കുറിപ്പായിരുന്നു അത് ഞാനൊന്ന് വായിക്കാം. ഇത് വാപ്പിച്ചി ജൂലൈ 30 രാത്രി 11 മണിക്ക് പാടി ഉമ്മച്ചിക്ക് അയച്ചു കൊടുത്ത പാട്ട്. ഇതാണ് വാപ്പിച്ചി ഉമ്മച്ചിക്ക് അവസാനമായി അയച്ചു കൊടുത്ത പാട്ട്. വാപ്പിച്ചി പോകുന്നതിന് 1 മാസം മുമ്പ് ഉമ്മച്ചി മൈലാഞ്ചി ചെടി മുറിച്ച കമ്പുകൾ ഒരു ചെടിച്ചട്ടിയിൽ നട്ടു. അത് കണ്ടുനിന്ന വാപ്പിച്ചി ഉമ്മച്ചിയോട് പറഞ്ഞു, നീ ഇത് വേരു പിടിക്കുമ്പോൾ തന്നെ നടരുത്, നല്ല സ്ഥലം നോക്കി വെച്ചാൽ മതിയെന്ന്. വാപ്പിച്ചി പോയി കഴിഞ്ഞു. വാപ്പച്ചിയുടെ ഖബറിൽ നട്ട പൂച്ചെടി പിടിച്ചു. പക്ഷേ കുത്തിയ മൈലാഞ്ചി കമ്പ് ഉണങ്ങി തുടങ്ങിയെന്ന് ഞങ്ങൾ ഉമ്മച്ചിയോട് പറഞ്ഞു. അപ്പോഴാണ് വാപ്പച്ചി സ്ഥലം പറയാമെന്ന് പറഞ്ഞ ഉമ്മച്ചി നട്ട മൈലാഞ്ചി കമ്പുകൾ ഓർത്തത്. ഓഗസ്റ്റ് 8 വാപ്പച്ചിയുടെ ഖബറിൽ നടാൻ ഉമ്മച്ചിയുടെ സഹോദരിയുടെ ഭർത്താവിൻ്റെ കയ്യിൽ ആ മൈലാഞ്ചി തൈകൾ നടാൻ കൊടുത്തുവിട്ടു. അത് നന്നായി പിടിച്ചു. ജീവിച്ചിരിക്കുമ്പോൾ ഉമ്മച്ചിക്ക് തണലായിരുന്ന വാപ്പച്ചി, ആ വാപ്പച്ചിയുടെ ഖബറിന് ഉമ്മച്ചി നട്ട മൈലാഞ്ചി ചെടികൾ തണലാവുന്നു. എന്തൊരു മനസ്സായിരിക്കുമല്ലേ വാപ്പച്ചിയുടെയും ഉമ്മച്ചിയുടെയും. പടച്ചവൻ എല്ലാം നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. നോക്കിതാണ് കലാഭവൻ നവാസിന്റെ മക്കൾ സമൂഹമാധ്യമങ്ങളിൽ കുറിച്ച ആ വൈകാരികമായ കുറിപ്പ്. ഈ വരികളിലെല്ലാം ആ പിതാവിന്റെ വിയോഗം ആ മക്കളിൽ എത്രമാത്രം സങ്കടമുണ്ടാക്കി, എത്രമാത്രം ആഘാതമുണ്ടാക്കി എന്നുള്ളത് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും. നമുക്കറിയാം കലാഭവൻ നവാസിന് 3 മക്കളുണ്ട്. 2 ആൺകുട്ടികളും 1 പെൺകുട്ടിയും. മുമ്പ് മലയാള സിനിമയിലെ നിത്യഹരിത നായകനെന്ന് വിശേഷിപ്പിച്ച പ്രേം നസീർ എന്ന് പറയുന്ന നടൻ അദ്ദേഹം മരണപ്പെട്ട സമയത്ത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഖബറിൻ്റെ ചിത്രം പുറത്തു വന്നിരുന്നു. കാട് പിടിച്ചു കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ ഖബറിൻ്റെ ചിത്രമായിരുന്നു അത്. ആ ഒരു ചിത്രത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഖബറിലേക്ക് അദ്ദേഹത്തിൻ്റെ മക്കൾ ആരുപോലും വരാറില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഖബറിലേക്ക് വന്നുകൊണ്ടൊന്ന് ദുആ ചെയ്യാൻ, അവിടേക്ക് വന്നുകൊണ്ട് ആ ഖബറിന് ചുറ്റും കൂടിക്കിടക്കുന്ന ആ കുറ്റിച്ചെടികളും മറ്റുമൊക്കെ മാറ്റി അത് വൃത്തിയാക്കുവാൻ ആർക്കും സമയമില്ല. അത്തരമൊരവസ്ഥ ഇദ്ദേഹത്തിനും ഉണ്ടാകാതിരിക്കട്ടെ. ഇതുപോലെയുള്ള ചില വികാരനിർഭരമായ കുറിപ്പുകൾ മാത്രം എഴുതിയതുകൊണ്ടായില്ല. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്, നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അത്തരം നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ അള്ളാഹു ആ ഖബറിൽ തണൽ വിരിക്കട്ടെ. മരണശേഷവും മക്കൾ ചെയ്യുന്ന ദുആകൾ മാതാപിതാക്കൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സൽക്കർമ്മമായിട്ടാണ് ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്, ഒരു മനുഷ്യൻ മരിച്ചാൽ അവൻ്റെ കർമ്മങ്ങളെല്ലാം മുറിഞ്ഞു പോകും. 3 കാര്യങ്ങളൊഴികെ: നിലനിൽക്കുന്ന സദക്ക, അതായത് ദാനധർമ്മം; മറ്റൊന്ന് ഉപകാരപ്രദമായ വിജ്ഞാനം; മൂന്നാമതായി അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെച്ചത് അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സൽസ്വഭാവികളായ മക്കൾ. ഇതിൽ നിന്നും മക്കൾ തങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രാർത്ഥനകൾ അവരുടെ മരണശേഷവും അവർക്ക് പ്രതിഫലം നേടിക്കൊടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. വെള്ളിയാഴ്ച ജുമാ നിസ്കാരം കഴിഞ്ഞ് ഖബർസ്ഥാനിലേക്ക് ചെന്നുകൊണ്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടതുണ്ട്. നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം ആ ഖബറിൽ കിടക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അത്തരത്തിൽ ദുആ ചെയ്യണമെന്നുണ്ടെങ്കിൽ, മരണപ്പെട്ടിട്ടും തൻ്റെ പ്രിയപ്പെട്ടവരെ ഓർത്ത് ആ മക്കൾ കരയണമെന്നുണ്ടെങ്കിൽ, വിഷമിക്കണമെന്നുണ്ടെങ്കിൽ ആ മക്കൾ നല്ല സ്വാലിഹത്തായ മക്കളായിരിക്കണം. അവിടെയാണ് പ്രധാനമായി നാം മനസ്സിലാക്കേണ്ടത്. നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളായിരിക്കണം. നമ്മുടെ ഖബറിനടുത്ത് വന്നുകൊണ്ട് നമുക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്ന മക്കളായിരിക്കണം. നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് പ്രതിഫലം നേടിത്തരുന്ന മക്കളായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെയെല്ലാം സ്വാലിഹത്തായ സന്താനങ്ങളാക്കി മാറ്റട്ടെ. ഇഹലോകത്തും പരലോകത്തും നമുക്ക് ഉപകാരപ്രദമായ മക്കളാക്കി മാറ്റട്ടെ. നമുക്ക് അദ്ദേഹം ഒരു സിനിമാ നടനായിരുന്നു, അതൊക്കെയായിരുന്നു ഇതൊക്കെയായിരുന്നു എന്നുള്ള കാര്യങ്ങളിൽ ഇവിടെ യാതൊരുവിധ പ്രസക്തിയുമില്ല. കാരണം ഒരു മനുഷ്യൻ നരകത്തിൽ പോകുമോ സ്വർഗത്തിൽ പോകുമോ എന്നിവിടെ ആർക്കും പറയാൻ കഴിയില്ല. അതെല്ലാം നിശ്ചയിക്കുന്നത്, തീരുമാനിക്കുന്നത്
പടച്ചറമ്പാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹവുമായി അടുത്തുള്ള ബന്ധുക്കളും നാട്ടുകാരും പറഞ്ഞു വയ്ക്കുന്നത് അദ്ദേഹം നല്ല മനസ്സിൻ്റെ ഒരു ഉടമയായിരുന്നു എന്നുള്ളതാണ്. നിസ്കരിക്കുന്ന, ദാനധർമ്മങ്ങൾ ചെയ്യുന്ന, തൻ്റെ മഹലിലെ പള്ളി കമ്മിറ്റിക്കാരുമായി അവിടെയുള്ള ജനങ്ങളുമായിട്ടുമൊക്കെ നല്ല രീതിയിലൊക്കെ സ്നേഹത്തോടു കൂടി ജീവിച്ചു പോകുന്ന ഒരു മനുഷ്യനാണ് എന്നുള്ളതാണ്. നമ്മൾ വർഷങ്ങളായി നിസ്കരിച്ചത് കൊണ്ടായില്ല. ആ നിസ്കാരത്തിൽ തക്കുവയില്ലെങ്കിൽ പിന്നെ നിസ്കാരത്തിന് യാതൊരുവിധ ഫലവുമില്ല. എന്നാൽ നേരെ മറിച്ച് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ടാണ് നിസ്കരിക്കുന്നത് എങ്കിൽ, ഇബാദത്ത് ചെയ്യുന്നത് എങ്കിൽ ആ മനുഷ്യന് അള്ളാഹു വലിയ പ്രതിഫലം കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. നോക്കിവിടെ കലാഭവൻ നവാസ് അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നല്ല കാര്യം മനസ്സറിഞ്ഞുകൊണ്ട് അദ്ദേഹം നല്ല കാര്യം ചെയ്തിട്ടുണ്ട് എങ്കിൽ ഒരുപക്ഷെ ആ ഒരു പ്രവർത്തനം മതി അള്ളാഹു ആ മനുഷ്യനെ സ്വീകരിക്കാൻ. നമുക്കറിയാം, വിശന്നു വലഞ്ഞ ഒരു നായയ്ക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ ഒരു ദുർനടപ്പുകാരിയായ ഒരു സ്ത്രീ, ആ സ്ത്രീക്ക് സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇടം കൊടുത്തു എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിച്ചു വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ സ്വർഗത്തിൽ പോകുമോ നരകത്തിൽ പോകുമോ എന്ന് നിശ്ചയിക്കാൻ നമുക്കാർക്കും അധികാരമില്ല. അതെല്ലാം പടച്ചറബിൻ്റെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളാണ്, അവൻ്റെ തീരുമാനങ്ങളാണ്. അതോടൊപ്പം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എഴുതിയ മറ്റൊരു കുറിപ്പ് കൂടി ഞാനത് വായിക്കാം. പ്രിയരെ, ഉമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് വാപ്പിച്ച് പാടിക്കൊടുത്തതാണ്. വാപ്പിച്ച് തന്നെ എഡിറ്റ് ചെയ്ത വീഡിയോ ആണിത്. ഇന്ന് ഒക്ടോബർ 27, വാപ്പിച്ചിയുടെയും ഉമ്മച്ചിയുടെയും വിവാഹ വാർഷികമാണ്. ഇന്നത്തെ ദിവസം രാവിലെ രണ്ടുപേരും ഒരുമിച്ച് ഫ്രൂട്ട്സിൻ്റെ തൈകൾ നടാറുണ്ട്. അങ്ങനെ നട്ട തൈകളാണ് ഇവിടെ കായ്ച്ചു നിൽക്കുന്ന ഓരോ മരങ്ങളും. ഒന്നിനും പറ്റാത്ത ഈ അവസ്ഥയിൽ ഉമ്മച്ചിയുടെ ചെടികളെപ്പോലും ഉമ്മച്ചി ശ്രദ്ധിച്ചില്ല. പക്ഷേ വാപ്പിച്ചിയെ ചേർത്ത് പിടിച്ച് ഈ വാർഷികത്തിനും ഉമ്മച്ചി ഫ്രൂട്ട്സിൻ്റെ തൈകൾ നട്ടു. ലോകത്തിലാരും ഇത്രയേറെ പ്രണയിച്ചിട്ടുണ്ടാവില്ല. അവരുടെ പ്രണയം ഇപ്പോഴും കൗതുകത്തോടെയാണ് ഞങ്ങൾ നോക്കി നിൽക്കുന്നത്. വാപ്പിച്ചി വർക്കിന് പോയാൽ ഉമ്മച്ചി ചിരിക്കില്ല, TV കാണില്ല, ബെസ്റ്റ് ഫ്രണ്ട്സ് ഇല്ല, കല്യാണത്തിന് പോലും പോവാറില്ല. വാപ്പിച്ചിയായിരുന്നു ഉമ്മച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ട്. വാപ്പിച്ചി വർക്ക് കഴിഞ്ഞ് തിരിച്ചെത്തും വരെ വാപ്പിച്ചിക്ക് വേണ്ടി ഉമ്മച്ചി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. വാപ്പിച്ചി തിരിച്ചെത്തിയാലാണ് ആ മുഖമൊന്ന് തെളിയുന്നത്. വാപ്പിച്ചി വന്നാൽ ഔട്ടിങ്ങിന് പോകാൻ പോലും ഉമ്മച്ചിക്ക് ഇഷ്ടമല്ല. വാപ്പിച്ചിയുമായി വീട്ടിൽ തന്നെ ചിലവഴിക്കാനാണ് ഉമ്മച്ചിക്ക് ഇഷ്ടം. രണ്ടുപേർക്കും ഒരുമിച്ച് എത്ര നാൾ വീട്ടിലിരുന്നാലും ബോറടിക്കില്ല. ഉമ്മച്ചിക്ക് ഒരാഗ്രഹവുമില്ലാത്ത ആളാണെന്ന് വാപ്പിച്ചി എപ്പോഴും പറയും. വാപ്പിച്ചിയും അടുക്കളയും ഞങ്ങളുമായിരുന്നു ഉമ്മച്ചിയുടെ ലോകം. ഈ ഭൂമിയിൽ വേറെന്തോ നഷ്ടപ്പെട്ടാലും ഉമ്മച്ചി പിടിച്ചു നിൽക്കുമായിരുന്നു. പക്ഷേ ഇത് ഉമ്മച്ചിയുടെ ഹൃദയത്തെ തകർത്തു കളഞ്ഞു. ഇപ്പോൾ പടച്ചവൻ വാപ്പിച്ചിക്ക് എന്താണ് അവിടെ കൊടുക്കുന്നത് അതുതന്നെ ഉമ്മച്ചിക്കും ഇവിടെ തന്നാൽ മതിയെന്നാണ് ഉമ്മച്ചിയുടെ പ്രാർത്ഥന. ഇത്രയും നേരത്തെ പിരിയേണ്ടവരായിരുന്നില്ല രണ്ടുപേരും. ഒരുപാട് സ്നേഹിച്ചതിനാവും പടച്ചവൻ രണ്ടുപേരെയും രണ്ടിടത്താക്കിയത്. മരണം കൊണ്ടും അവരെ വേർപിരിക്കാനാവില്ല. അവർ രണ്ടുപേരും ഇപ്പോഴും കാത്തിരിപ്പിലാണ്. പരീക്ഷണത്തിനൊടുവിൽ സുവർഗത്തിൽ ഇവിടത്തെ പോലെ തന്നെ ഏറ്റവും നല്ല ഇണകളായി ജീവിക്കാൻ വാപ്പിച്ചിക്കും ഉമ്മച്ചിക്കും പടച്ചവൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ മക്കൾ തൻ്റെ പ്രിയപ്പെട്ട വാപ്പിച്ചിയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുകയാണ്.